ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 8. ദൈവം കരങ്ങൾ വിരിച്ചിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. യോഹന്നാന്റെ 1 ലേഖനം 1 അധ്യായം 9 ഞാൻ എൻ്റെ മൊബൈൽ ഫോണിന്റെ നേരെ മുഖം ചുളിച്ച് നെടുവീർപ്പിട്ടു. ആശങ്ക എൻ്റെ നെറ്റിയിൽ ചുളിവുകൾ ഉണ്ടാക്കി. എനിക്കും എൻ്റെ സുഹൃത്തിനും ഞങ്ങളുടെ മക്കളെ ചൊല്ലി ഗുരുതരമായ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഞാൻ അവളെ വിളിച്ച് ക്ഷമ ചോദിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇപ്പോഴും വൈരുദ്ധ്യത്തിലായതിനാൽ ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിച്ചില്ല. എങ്കിലും ഞങ്ങൾ വിഷയം ചർച്ച ചെയ്ത അവസാന തവണ ഞാൻ ദയയോ വിനയമോ കാണിച്ചില്ലെന്ന് എനിക്കറിയാം. അവളുടെ ഫോൺ കോൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഞാൻ ഭയന്നു. അവൾ എന്നോട് ക്ഷമിച്ചില്ലെങ്കിലോ? ഞങ്ങളുടെ സൗഹൃദം തുടരാൻ അവൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പോഴാണ് ഒരു പാട്ടിന്റെ വരികൾ മനസ്സിലേക്ക് വന്നത്. ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ പാപം ദൈവത്തോട് ഏറ്റുപറയുന്ന അവസ്ഥയിലേക്ക് അതെന്നെ തിരികെ കൊണ്ടുപോയി. ദൈവം എന്നോട് ക്ഷമിക്കുകയും കുറ്റബോധത്തിൽ നിന്നെന്നെ മോചിപ്പിക്കുകയും ചെയ്തുവെന്ന് എനിക്ക് ബോധ്യമായതിനാൽ എനിക്ക് ആശ്വാസം തോന്നി. ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ നമ്മോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മുടെ ഭാഗത്തുള്ള തെറ്റു മനസ്സിലാക്കി താഴ്മയോടെ ക്ഷമ ചോദിക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ ആ പ്രശ്നം കൈകാര്യം ചെയ്യാൻ അനുവദിക്കുകയാണ്. പരിഹരിക്കപ്പെടാത്ത വ്യക്തികളുമായുള്ള പ്രശ്നങ്ങളുടെ വേദന സഹിക്കേണ്ടി വന്നാലും ദൈവവുമായുള്ള സമാധാനം എപ്പോഴും സാധ്യമാണ്. ദൈവത്തിന്റെ കരങ്ങൾ തുറന്നിരിക്കുന്നു. നമുക്കാവശ്യമായ കൃപയും കരുണയും കാണിക്കാൻ ദൈവം കാത്തിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ചിന്തിക്കുക, ക്ഷമ എങ്ങനെയാണ് സമാധാനം സൃഷ്ടിക്കുന്നത്? ഈ ആഴ്ച മറ്റൊരാളുമായി അനുരഞ്ജനമുണ്ടാകുവാൻ ദൈവത്തിന്റെ ശക്തിയിൽ നിങ്ങൾ എന്ത് നടപടികളാണ് സ്വീകരിക്കുക? ദൈവത്തിന് മഹത്വം.